അങ്ങനെ ഞങ്ങൾ പറശ്ശിനിക്കടവിലേക്ക് യാത്ര തുടങ്ങി. കാറിലാണ് പോകുന്നത്. അപ്പോൾ ഫാമിലി എല്ലാവരും ഉണ്ട്. സാധാരണ നമ്മൾ പോവുകയാണെങ്കിൽ രാവിലെ 4 മണിക്കാണ് ഇറങ്ങാറുള്ളത്. കാരണം 9 മണിയൊക്കെ ആകുമ്പോഴായിരുന്നു തെയ്യം ഉണ്ടായിരുന്നത്. ഇതിപ്പോൾ നമ്മൾ അവിടെ ഓഫീസിൽ വിളിച്ച് ചോദിച്ചപ്പോൾ വൈകിട്ട് 3 മണിക്കാണ് തെയ്യം എന്ന് പറഞ്ഞത്. അതുകൊണ്ട് സാവധാനത്തിൽ ഒരു 10:30 11 മണിയൊക്കെ ആകുമ്പോഴാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. അങ്ങനെ കാറിലേക്ക് കൂടി ഓരോരോ കാര്യങ്ങളൊക്കെ കണ്ട് പോവുകയാണ്. കണ്ണനാണ് കുറച്ചുകൂടി എക്സൈറ്റ്മെൻറ്റ് കൂടുതൽ. കാറിൽ കയറിയ ഉടനെ അവൻ്റെ സ്ഥിരം പരിപാടി തുടങ്ങി, ഉറക്കം. വണ്ടി കയറുമ്പോൾ അവൻ അപ്പോൾ ഉറങ്ങണം. അത് സ്കൂട്ടി ആയാലും കാറായാലും എന്തായാലും. അങ്ങനെ അവൻ കയറി ഒരു 5 മിനിറ്റ് ആകുമ്പോൾ തന്നെ അവൻ ഉറങ്ങിയിരുന്നു. പിന്നെ കുറേ നേരം കഴിഞ്ഞപ്പോൾ എണീറ്റപ്പോൾ വാശിയായി സൈഡിലിരിക്കണം എന്ന് പറഞ്ഞു. ശരിയാണ്, ഒന്നാമത് സൈഡിലിരുന്നാലല്ലേ നമുക്ക് ഓരോ വ്യൂസൊക്കെ കാണാൻ പറ്റും. പ്രത്യേകിച്ച് കുട്ടികൾക്കൊക്കെ അതൊക്കെ ഭയങ്കര ഇഷ്ടമായിരിക്കും. അങ്ങനെ അവനെ സൈഡിൽ കൊണ്ടുപോയി ഇരുത്തി. നേരെ ഞങ്ങൾ പോയത് തളിപ്പറമ്പ് തൃച്ചംബരം ശ്രീകൃഷ്ണ ടെമ്പിളിലേക്കാണ്. ഞങ്ങൾ ആദ്യമായിട്ടാണ് അങ്ങോട്ട് പോകുന്നുള്ളത്. പക്ഷെ നമ്മൾ എത്താൻ കുറച്ച് ലേറ്റായിപ്പോയി. ഒരു 12 മണിയൊക്കെ ആയിരുന്നു. അതുകൊണ്ട് തന്നെ നടയൊക്കെ അടച്ചിരുന്നു. അതുകൊണ്ട് പുറത്തുനിന്ന് തൊഴേണ്ടി വന്നു. എന്നാലും സാരമില്ല, നമ്മളൊക്കെ പോകുമ്പോഴേക്കും അവിടെ ചോറൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അന്നദാനമൊക്കെ കഴിച്ചിട്ടാണ് തിരിച്ച് മടങ്ങിയത്. ഈ പാലത്തിൻ്റെ തുടക്കത്തിൽ ഒരു ലോട്ടറിക്കാരൻ നിൽക്കുന്നുണ്ടായിരുന്നു. അയാളെ ഞങ്ങൾ ശ്രദ്ധിച്ചതുമില്ല. പക്ഷെ അയാൾ എന്ത് ചെയ്തു, ഞങ്ങളുടെ പിറകെ തന്നെ അമ്പലത്തിലേക്ക് വന്നു. പിന്നെ അവിടെ എത്തി അയാളെ കണ്ടപ്പോൾ പിന്നെ ഞങ്ങളൊരു ലോട്ടറി എടുത്തു. എങ്ങനെ അടിച്ചാലോ, അമ്പലത്തിലേക്കല്ലേ വന്നത്, അതുകൊണ്ട് ലോട്ടറി എടുത്തിട്ടുണ്ട്. ഇനി നേരെ അമ്പലത്തിലേക്ക്. 2 ചേച്ചിമാർ പറയുന്നത് നിങ്ങൾ എത്താൻ വൈകിപ്പോയി, നടയെല്ലാം അടച്ചു എന്നാണ്. ഞങ്ങൾക്ക് തോന്നിയിരുന്നു ഞങ്ങൾ എത്തുമ്പോഴേക്കും എന്തായാലും നട അടക്കുമെന്ന്. സാരമില്ല, പുറത്തുനിന്ന് പ്രാർത്ഥിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കയറിയത്. അങ്ങനെ നേരെ അമ്പലത്തിൻ്റെ ഉള്ളിൽ കയറി പ്രാർത്ഥിച്ചു, പ്രസാദം വാങ്ങിച്ചു, അമ്പലമൊക്കെ ചുറ്റി കണ്ടു. പിന്നെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. കുറച്ച് സമയം അവിടെ വിശ്രമിച്ചതിന് ശേഷം പിന്നെ അവിടെ അന്നദാനം കൊടുക്കാൻ തുടങ്ങി. അങ്ങനെ അവിടുന്ന് അന്നദാനമൊക്കെ കഴിച്ചു. കുറച്ച് ക്യൂ ഒക്കെ നിൽക്കേണ്ടി വന്നു. എന്നാലും വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. വർക്കിംഗ് ഡേയ്സ് ആയതുകൊണ്ടായിരിക്കും ആൾക്കാർ ഇത്രയും കുറവ്. കുറേ സ്വാമിമാരും ഒക്കെ ഉണ്ടായിരുന്നു. എന്നാലും അത്ര വലിയ തിരക്കായിട്ട് ഫീൽ ചെയ്തില്ല. പിന്നെ അവിടെ ഒരു കുളം ഉണ്ടായിരുന്നു. ആ കുളത്തിൽ നിറയെ മീനായിരുന്നു, കുഞ്ഞു കുഞ്ഞു മീനുകൾ. പിന്നെ ഒരു വലിയൊരു മീനും കൂടി ഉണ്ടായിരുന്നു. അതിനെ കണ്ട് കണ്ണനൊക്കെ ഭയങ്കര അത്ഭുതത്തോടെ കൗതുകത്തോടെ ഒക്കെ നോക്കുമായിരുന്നു. ആദ്യം കുറേ നിന്നിട്ട് നോക്കി, പിന്നെ കാല് കഴിച്ചപ്പോൾ അവിടെ ഇരുന്നിട്ട് നോക്കാൻ തുടങ്ങി. നല്ലൊരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു ആ അമ്പലത്തിൽ. ഭയങ്കര ശാന്തമായി സമാധാനത്തോടെ ഇരിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമായിരുന്നു അത്. നല്ല ആൽത്തറയൊക്കെ ആയിട്ട് ഭയങ്കര സൈലൻ്റ് ആയിട്ടുണ്ടായിരുന്നു. പിന്നെ കണ്ണൻ കളിയായിരുന്നു. അങ്ങോട്ടോടുന്നു ഇങ്ങോട്ടോടുന്നു, എത്ര പറഞ്ഞാലും കേൾക്കുന്നുണ്ടായിരുന്നില്ല. പൊതുവെ വികൃതിയാണ്, പിന്നെ പറയണ്ടല്ലോ. അങ്ങനെ അവൻ കുറച്ച് നേരം കളിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ട് അവിടെ കുറച്ച് സമയം ഇരുന്ന് അവൻ്റെ കളിയൊക്കെ കഴിഞ്ഞിട്ട് ഭക്ഷണം കഴിക്കാൻ പോയി. ഭക്ഷണം കഴിച്ചു. പറയാണ്ടിരിക്കാൻ വയ്യ, നല്ല ഭക്ഷണമായിരുന്നു, നല്ല ടേസ്റ്റായിരുന്നു. അമ്പലത്തിലെ പ്രസാദം ആയതുകൊണ്ടായിരിക്കാം ഇത്രയും ടേസ്റ്റ്. പക്ഷെ എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടു. എനിക്ക് മാത്രമല്ല, എല്ലാവർക്കും നല്ലോണം ഇഷ്ടപ്പെട്ടു. അത് കഴിഞ്ഞ് ഞങ്ങൾ തിരികെ കാറിൽ കയറി. ഇനി നേരെ പറശ്ശിനിയിലേക്ക്. പോകുന്ന വഴിക്ക് കണ്ണൻ്റെ പപ്പ കണ്ണനോട് കുറേ പ്രോമിസൊക്കെ വാങ്ങുന്നുണ്ട്. കളിപ്പാട്ടത്തിന് കരയാൻ പാടില്ല, അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞ്. അവൻ പ്രോമിസ് കൊടുക്കുകയും ചെയ്തു. അവിടെ എത്തിയിട്ടാകുമ്പോൾ അറിയാം അവൻ്റെ തനി സ്വഭാവം എന്തെന്ന്. പ്രോമിസൊക്കെ ചെയ്തെങ്കിലും ചന്ത കാണാൻ തുടങ്ങിയപ്പോൾ ആളെ സ്വഭാവം പുറത്ത് വന്നു. കരയാൻ തുടങ്ങിയില്ലേ, അത് വേണം ഇത് വേണം എന്നൊക്കെ പറഞ്ഞ് കരയാൻ തുടങ്ങി. പിന്നെ അവന് ഇഷ്ടപ്പെട്ട സാധനങ്ങളൊക്കെ വാങ്ങിക്കൊടുത്തു. അവനിഷ്ടം എന്തായാലും സ്പൈഡർമാൻ്റെ, അതെന്ത് കളിപ്പാട്ടമായാലും സ്പൈഡർമാൻ്റെതായിരിക്കണം. കുറേ നാളുകൾക്ക് മുമ്പ് നമ്മൾ ഗുരുവായൂർ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആടുന്നൊരു കളിപ്പാട്ട് അവനെ നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞുകൊണ്ടിരിക്കും, അമ്മ അത് വാങ്ങിച്ചെന്നില്ല ഒന്നും. ഇന്നിപ്പോൾ അത് കണ്ടപ്പോൾ അവന് നിർബന്ധമായി എനിക്ക് തന്നെ വേണമെന്ന്. അങ്ങനെ അതും വാങ്ങിച്ചു കൊടുത്തു. പിന്നെ ആ കളിപ്പാട്ടം കിട്ടിയപ്പോൾ അവന് ഹാപ്പിയായി. പിന്നെ പ്രശ്നമൊന്നുമില്ല, പിന്നെ ഒന്നും വേണമെന്നും പറഞ്ഞിട്ടാ. അങ്ങനെ നേരെ മുത്തപ്പൻ്റെ സന്നിധിയിലേക്ക് ആടെ പോയി കാലൊക്കെ കഴുകി അമ്പലത്തിനകത്ത് കയറി പ്രാർത്ഥിച്ചു. പിന്നെ ഉള്ളിൽ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റാത്തത് കൊണ്ട് വീഡിയോസൊന്നും എടുത്തില്ല. നേരെ പ്രസാദം കഴിക്കാനായി പോയി. പയറും തേങ്ങയും ഉണക്കമീൻ കൂടി ഉണ്ടാവാറുണ്ട്. പക്ഷെ ഞങ്ങൾക്ക് ഉണക്കമീനൊന്നും കിട്ടിയില്ല. എനിക്ക് തോന്നുന്നു സ്വാമിമാരൊക്കെ ഉണ്ടായത് കൊണ്ടായിരിക്കാം അത് ഒഴിവാക്കിയത്. 3 മണിക്കാണ് തെയ്യെന്ന് പറഞ്ഞത്. പക്ഷെ ഞങ്ങൾ നേരത്തെ
നേരത്തെ എത്തിയതുകൊണ്ട് തന്നെ കുറച്ച് കറങ്ങാനൊക്കെ സമയം കിട്ടി. ഇവിടെ അങ്ങനെ വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. വർക്കിംഗ് ഡേ ആയതുകൊണ്ടായിരിക്കും. വെക്കേഷൻ ടൈം ആണെങ്കിൽ നല്ല തിരക്കുണ്ടായേനെ. അങ്ങനെ അമ്പലത്തിൽ കുറച്ച് സമയം ഇരുന്ന് ഒരു 3 മണിയൊക്കെ കഴിഞ്ഞു തെയ്യം തുടങ്ങാൻ വേണ്ടിയിട്ട്. അങ്ങനെ തെയ്യമൊക്കെ കണ്ടു. പിന്നെ പുറത്തിറങ്ങി അവിടുന്ന് കുറേ ഫോട്ടോസൊക്കെ എടുത്തു, വീഡിയോസൊക്കെ എടുത്തു. തിരികെ വീട്ടിലെത്തുമ്പോഴേക്കും രാത്രിയായിരുന്നു. ഹോട്ടലിൽ കയറി ഫുഡൊക്കെ കഴിച്ചാണ് വീട്ടിലേക്ക് എത്തിയത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. നല്ല സന്തോഷമായിട്ടുള്ളൊരു ദിവസമായിരുന്നു. എല്ലാവരും കൂടി എൻജോയ് ചെയ്ത് പോയിട്ട് വന്നു. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ.